തനുജേ സൂപ്പർ. നമുക്ക് നല്ല അഭിപ്രായം കിട്ടിയത് എന്താ വെച്ചാൽ നല്ല അഭിപ്രായം കിട്ടി. നമ്മുടെ മറ്റേ ചേട്ടല്ലേ, ആ മറ്റേ ചേട്ടൻ നിങ്ങളെ വരയ്ക്കാൻ കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതൊക്കെ സെറ്റാക്കി തരാം. പക്ഷേ എനിക്ക് പറയാം അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമായി. ഞാൻ പറയല്ലേ, ഞാൻ ഫുൾ ഹാപ്പി, സന്തോഷമാണ്. നമുക്ക് പൈസ തരല്ലേ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഇപ്പോൾ ഒരു നമ്മളെടുത്ത് പണി നിർത്തിച്ചോ അങ്ങനെ അങ്ങനെ എന്നുള്ള ഡയലോഗ് വെച്ച ആൾക്കാരാണ്. ഇപ്പം ഇന്ന് ഹാപ്പിയിൽ സന്തോഷത്തോടുകൂടി വിളിച്ചിരിക്കുക. അപ്പോൾ അതുള്ള നമ്മുടെ ഇത് അപ്പം നമുക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ ബാക്കിയുള്ള പണി അത് ഞാൻ ഫിനിഷ് അടിച്ചിട്ട് വിളിക്കാം കേട്ടാ. അതേ വേറെ പ്രശ്നമുണ്ടേ, നമ്മുടെ മാനൻ കാത്തു. കാരണം അറിയോ, പക്കയായി സൂപ്പറായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതന്നെ നമുക്ക് വേണ്ടതും. ഓക്കെ. നമ്മൾ എവിടെ വർക്കിന് ചെന്നാലും ഇതുപോലുള്ള കമൻറ്റുകൾ മാത്രമേ നമുക്ക് കേൾക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളൊന്നും നമ്മൾ വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മളതെടുത്ത് നമുക്കൊരു വീഡിയോ ആയിട്ട് നമ്മളത് ഇടും. കാരണം അവർ പറയുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഒരു വീഡിയോയിലൂടെ പറയുന്നു എന്ന് മാത്രം. അതാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം നമുക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്തും നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് വരാറില്ല. നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത ഒരു സൈറ്റിലുള്ള ആൾ നമ്മളോട് പറഞ്ഞത്, ഞാൻ ഈ വർക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്, ഇനി എവിടെ ഇങ്ങനത്തെ വർക്ക് എൻ്റെ അറിവിലുണ്ടെങ്കിലും ഞാനത് നിങ്ങളെ വിളിച്ച് തന്നെ ചെയ്യിക്കുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർ, പക്ഷേ അവരത് കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവർ കണ്ടപ്പോൾ അവർക്ക് ഈ ഒരു വർക്ക് ഭയങ്കര ഇഷ്ടമായി.